ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്തുക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് വളരെ ടഫായിട്ടാണ് ഫീൽ ചെയ്യുക. കാരണം അവർ പഠിച്ചൊരു സിസ്റ്റത്തിൽ അവരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് ജീവിതം വളരെ കോംപ്ലക്സ് ആണ്. നമ്മളുടെ ഒരു പ്രോബ്ലം നമ്മളുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് കോംപ്ലക്സ് സ്റ്റെപ്പുകളിലൂടെയാണ്. ഈസി മെത്തേഡ്സ് അതിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യരുത്, അതിനെക്കുറിച്ച് ആലോചിക്കരുത് എന്നൊക്കെയാണ്. ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ പലരും അവർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോബിനൊക്കെ കയറിയിട്ട് ഒരു മാറ്റവും ഇല്ലാതെ വർഷങ്ങളോളം പോകുന്ന ആളുകളുണ്ട്. ഇവർക്ക് എന്താ സംഭവിക്കാമെന്ന് അറിയോ? ഇവർ കാലാന്തരേണ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ഇവരുടെ ജീവിതം അല്ലെങ്കിൽ ഇവരുടെ പ്രൊഫഷൻ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ശരിക്കും ഒരു ജാപ്പനീസ് പ്രൊവേർബ് ഉണ്ട്. ആ ഒരു ജാപ്പനീസ് പ്രൊവേർബിൽ പറയുന്നത് ഇതാണ്: നിങ്ങളൊരു തെറ്റായ ട്രെയിനിലാണ് കയറിയത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ വളരെ നേരത്തെ നിങ്ങൾ ആ ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങുക. അല്ലെങ്കിൽ ദൂരം കൂടുന്തോറും തിരിച്ചു വരാനുള്ള നിങ്ങളുടെ കോസ്റ്റും കൂടും. ഇത് നമ്മൾ ജീവിതത്തിൽ വളരെ പ്രാവർത്തികമായി തന്നെ ചിന്തിക്കണം. കാരണം ടെക്നോളജിയും AI ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രൊഫഷൻസിലും നമ്മളുടെ മേഖലകളിലൊക്കെ വരുത്തുന്നുണ്ട്. ഈ ഒരു മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ജീവിതം വളരെ സിമ്പിളാണ്. ജീവിതം ഈ പറയുന്ന പോലെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു ജോലിയിൽ കയറി ആ ജോലിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ചിന്താഗതികളൊക്കെ മാറ്റിവെക്കുക. വളരെ സിമ്പിളാണ് ജീവിതം എന്ന് മനസ്സിലാക്കുക. ചേഞ്ച് സിമ്പിളാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആ ഒരു ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ രസകരമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.